വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. സഹോദരി ഭർത്താവ് കണ്ണൂർ ഉളിക്കൽ സ്വദേശി ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. സഹോദരി ഭർത്താവിന്റെ നിയമനം പാർട്ടി ഭാരവാഹികളായ നിരവധി പേരുടെ അപേക്ഷ തള്ളിയാണ് എന്ന വാർത്തയുമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇദ്ദേഹം പാർട്ടി ഭാരവാഹിയാണ്, DCC സെക്രട്ടറിയൊക്കെയാണ്. പക്ഷേ അർഹരായ ഒട്ടേറെ ആളുകളെ തള്ളിക്കൊണ്ടാണ് സ്വന്തം അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് എന്നുള്ളതാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിനോടകം തന്നെ ഇക്കാര്യം കാര്യമായ വിവാദമായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. ലിസ്റ്റ് വന്നപ്പോഴാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരിയുടെ ഭർത്താവും സ്റ്റാഫിൽ ഇടം പിടിച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെ നിയമിച്ചാണ് ഇന്നലെ ഉത്തരവിറങ്ങിയത്. സ്റ്റാഫിൽ ബന്ധു നിയമനം നടത്തിയതിന് ഇതിനോടൊപ്പം തന്നെ LDF രംഗത്തെത്തിയിട്ടുണ്ട്. ബെന്നി നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. സണ്ണി ജോസഫും അതേപോലെ ബെന്നിയും ബന്ധുക്കളാകുന്നതിന് മുൻപേ പ്രവർത്തകരായിരുന്നു എന്നാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം. ബെന്നി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫ് MLA ആയപ്പോൾ മുതൽ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ബെന്നി. പേരാവൂരിലെ കോൺഗ്രസ് പരിപാടികളുടെ മുഖ്യ സംഘാടകരുമാണ് ബെന്നി എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇക്കാര്യത്തിലെ വിശദീകരണം. ഏതായാലും ബന്ധു നിയമനം ഇതിനോടകം തന്നെ വലിയ വിവാദമാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ അടക്കം പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.